ഗോവയിൽ പുതുവത്സരാഘോഷത്തിനിടെ കാണാതായ വൈക്കം സ്വദേശി സഞ്ജയ്ക്ക് മർദ്ദനമേറ്റുവെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. നെഞ്ചിലും പുറത്തും മർദ്ദനമേറ്റുവെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. DJ പാർട്ടിയുടെ സുരക്ഷാ ജീവനക്കാർ മർദ്ദിച്ചു കൊന്ന് കടലിൽ തള്ളിയതാണെന്ന് സഞ്ജയുടെ പിതാവ് ആരോപിച്ചു. അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം മുഖ്യമന്ത്രിക്ക് പരാതി നൽകും. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും സഞ്ജയ് പങ്കെടുത്ത DJയുടെ ദൃശ്യങ്ങളും മീഡിയ വൺ ലഭിച്ചു. വെള്ളത്തിൽ വീഴുന്നതിന് മുമ്പ് സഞ്ജയ്ക്ക് മർദ്ദനമേറ്റിരുന്നുവെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സ്ഥിരീകരിക്കുന്നു. എന്നാൽ മരണകാരണം എന്തെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടില്ല. ആന്തരികാവയവങ്ങൾ രാസപരിശോധനയ്ക്ക് അയച്ചു. ഫലം പരിശോധിച്ച ശേഷമേ മരണകാരണം പോലീസിന് സ്ഥിരീകരിക്കാനാവൂ. ഗോവ അഞ്ജുന ബീച്ച് പോലീസാണ് കേസ് അന്വേഷിക്കുന്നത്. മുങ്ങിമരണമാണെങ്കിൽ മജ്ജയുടെ സാമ്പിളും മൃതദേഹം കിടന്ന വെള്ളവും പരിശോധിക്കുന്ന ഡയാറ്റം ടെസ്റ്റിൽ വ്യക്തമാകുമെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. ഗോവ ബാബേലി മെഡിക്കൽ കോളേജിലായിരുന്നു പോസ്റ്റ്മോർട്ടം നടത്തിയത്. DJ പാർട്ടിക്കിടെ സ്റ്റേജിൽ കയറി നൃത്തം ചെയ്തതിൽ പ്രകോപിതനായ സുരക്ഷാ ജീവനക്കാർ മകനെ മർദ്ദിച്ചു കൊന്ന് കടലിൽ തള്ളിയതാണെന്ന് പിതാവ് ആരോപിച്ചു. ഇത് ശക്തമായിട്ട് ഇതിൽ രംഗത്തുകൊണ്ട് ഇനി ആർക്കും ഇത് ഉണ്ടാകാൻ പാടില്ല. ഇത് എങ്ങനെയെങ്കിലും അന്വേഷിക്കാനുള്ള സെറ്റപ്പ് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കണം. എന്തായാലും മുന്നോട്ട് പോകണം നമുക്ക്. ഡിസംബർ 29-നാണ് സുഹൃത്തുക്കൾക്കൊപ്പം സഞ്ജയ് പുതുവത്സരാഘോഷത്തിനായി ഗോവയിൽ പോയത്. പിന്നീട് കാണാതായ യുവാവിന്റെ മൃതദേഹം കടൽ തീരത്തു നിന്നും ഇന്നലെ കണ്ടെത്തി. പുലർച്ചെ 1 മണിയോടെ മൃതദേഹം നാട്ടിലെത്തി സംസ്കരിച്ചു. മീഡിയ വൺ, കോട്ടയം.